സ്ഥാനാരോഹണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് നിയുക്ത ബിഷപ്പ് സ്വർഗീയ യാത്രയായി. സ്കോട്ട്ലൻഡിലെ ഡെങ്കൽഡ് രൂപത അധ്യക്ഷനായി ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ച ഫാദർ ഡോക്ടർ മാർട്ടിൻ ചേംബേഴ്സ് ആണ് കഴിഞ്ഞ ദിവസം രാത്രി വിടവാങ്ങിയത്. ഈ മാസം 27-ന് ബിഷപ്പായി സ്ഥാനാരോഹണം ചെയ്യപ്പെടാനിരിക്കെയാണ് 59-കാരനായ ഫാദർ ഡോക്ടർ മാർട്ടിൻ ചേംബേഴ്സിന്റെ മടക്കയാത്ര. കഴിഞ്ഞ ഫെബ്രുവരി 2-നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ ഡെങ്കൽഡിലെ ബിഷപ്പായി നിയമിച്ചത്. ഡെങ്കൽഡിലെ ബിഷപ്പ് എന്ന നിലയിൽ പുതിയ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ യേശുവിന്റെ കാൽക്കൽ ഒരു ശിഷ്യനായി എന്നെ മുന്നോട്ട് വിളിക്കുന്ന അവന്റെ ശബ്ദം കേട്ട് പ്രാർത്ഥനയിലായിരിക്കാൻ ആഗ്രഹിക്കുകയാണെന്ന നിയമനത്തിന് പിന്നാലെ ഫാദർ ചേംബേഴ്സ് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ആഴ്ച മരിയൻ പ്രത്യക്ഷീകരണം നടന്ന ലൂർദ് സന്ദർശിച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നുവെന്നതും ശ്രദ്ധേയമാണ്. നിയുക്ത ബിഷപ്പ് ഫാദർ മാർട്ടിൻ ചേംബേഴ്സ് കഴിഞ്ഞ രാത്രി വിടവാങ്ങിയെന്ന് ഏറെ ഖേദത്തോടും സങ്കടത്തോടും കൂടി അറിയിക്കുന്നുവെന്ന് രൂപത അഡ്മിനിസ്ട്രേറ്റർ ഫാദർ കെവിൻ ഗോൾഡൻ എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു. 1964 ജൂൺ 8-ന് ജനിച്ച മാർട്ടിൻ ചേംബേഴ്സ് 1989 ഓഗസ്റ്റ് 25-നാണ് ഗാലോവേ രൂപത വൈദികനായത്. തുടർന്ന് സ്റ്റീവൻ സ്റ്റണ്ണിലെ സെയിന്റ് ജോൺസ് ഇടവക വികാരിയായി. 1993 മുതൽ 1995 വരെ വൊക്കേഷൻസ് പാസ്റ്ററൽ കെയറിനായുള്ള രൂപത ഓഫീസിന്റെ ഡെപ്യൂട്ടി ഡയറക്ടറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 2000 വരെ റോമൻ കത്തോലിക്ക രൂപതയായ ഗാലോവേയിൽ കത്തോലിക്ക വിദ്യാഭ്യാസം ഏകോപിപ്പിക്കുന്ന ദൗത്യവും നിർവഹിച്ചു. 2004 മുതൽ 2009 വരെ അദ്ദേഹം ഇക്വഡോറിലെ ഗോയാക്കുയിൽ അതിരൂപതയിൽ സെയിന്റ് ജെയിംസ് അപ്പസ്തോലിക് സൊസൈറ്റിയിൽ മിഷണറിയായി സേവനമനുഷ്ഠിച്ചു. ഇതിനുശേഷം രാജ്യത്ത് തിരിച്ചെത്തി ഒട്ടേറെ ഇടവകകളിൽ സേവനം ചെയ്തു. 2018 മുതൽ വൊക്കേഷൻസ് പാസ്റ്ററൽ കെയറിനായുള്ള രൂപത ഓഫീസിനും സ്ഥിരം ഡീക്കന്മാരുടെ തുടർ വിദ്യാഭ്യാസത്തിനായുള്ള രൂപത ഓഫീസിനും ഫാദർ ചേംബേഴ്സ് നേതൃത്വം നൽകി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് സെയിന്റ് ആൻഡ്രൂസ് കത്തീഡ്രലിൽ നടന്ന വിശുദ്ധ കുർബാനയിൽ കാലം ചെയ്ത നിയുക്ത ബിഷപ്പിന് വേണ്ടി രൂപത അഡ്മിനിസ്ട്രേറ്ററുടെ നേതൃത്വത്തിൽ അനേകായിരങ്ങൾ പ്രാർത്ഥിച്ചു. നിയുക്ത മെത്രാന്റെ ആകസ്മിക മരണത്തിൽ അയൽ രൂപതകളും അനുശോചനം രേഖപ്പെടുത്തി.